ശരി വിക്രമ. ആ, ഈ കാര്യം താൻ സൗകര്യം പോലെ ഘോരയോടൊന്ന് പറയണം. ഇല്ലില്ല, ഞങ്ങളെല്ലാവരും ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ട്. ഞാനിപ്പോ വൈഫിന്റെ അമ്മയൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയതാ. ആ, ഘോരയുടെ മറുപടി കിട്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം. ആ, ശരി ശരി. ഇവിടെ എന്തൊക്കെയാ ഡാഡി സംഭവിക്കുന്നത്? അല്ല, മുത്തശ്ശി പെട്ടെന്ന് എവിടേക്കാ പോയെ? ശ്രീകലയുടെ അമ്മാവന്റെ മകന് പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റി. ഇവിടെ മംഗലാപുരത്തുള്ളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ. വിവരം അറിഞ്ഞപ്പോ സുകുമാരി അമ്മയ്ക്ക് അങ്ങോട്ട് പോകണമെന്നായി. ഞാൻ അതുകൊണ്ട് അവരെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ട് വരിക. അല്ല, ഡാഡിക്ക് ഇപ്പൊ കാലിന് എങ്ങനെയുണ്ട്? ആ, വേദനയ്ക്കൊരു അല്പം കുറവുണ്ടെന്നേ ഉള്ളൂ. അല്ല, ഡാഡിയും മമ്മിയും കൂടി ഇന്നേത് ഉടുപ്പിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞല്ലേ? പെട്ടെന്ന് എന്താ പ്രോഗ്രാം ചേഞ്ച് ആയേ? ആ, പോണോന്ന് വിചാരിച്ചിരുന്ന അതിനിടയിലാ സുകുമാരി അമ്മയുടെ ഈ പ്രശ്നം വന്നത്. അതുമാത്രമല്ല, സന്ദീപ് ഒരിക്കൽ കൂടി ആ സ്ത്രീയെ കണ്ട് എന്തോ പരിഹാരക്രിയ ചെയ്യാമെന്ന് പറഞ്ഞു പോയതല്ലേ. അവൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോ ശ്രീകലയ്ക്കും എനിക്കും അതനുസരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ സത്യമുള്ള കാര്യമാണോ ഡാഡി? ഇനിയിപ്പൊ സന്ദീപിന്റെ വിശ്വാസം പോലെ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ സ്ത്രീ പറയുന്ന പരിഹാരക്രിയ ചെയ്ത ശ്രീകലാമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടുമെങ്കിൽ അവര് പിന്നെ മൂകാംബി അമ്മയുടെ കടുത്ത ഡിവോട്ടി ആവില്ലേ? അത് നമുക്ക് ദോഷമല്ലേ ചെയ്യാം. അതൊന്നും അറിയാഞ്ഞിട്ടല്ല പക്ഷേ സന്ദീപ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോ ചാടിക്കേറി നോ എന്ന് പറഞ്ഞാ അത് ശരിയാവില്ല. അപ്പോ എല്ലാം സന്ദീപിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനാണോ ഡാഡിയുടെ പ്ലാൻ? ഏയ്, നോ, അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടേതായ വഴിക്ക് നീങ്ങുന്നു. ഈ വിവരമെല്ലാം ഘോരെ അറിയിക്കാൻ ഞാൻ വിക്രമനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഡാഡി ഈ പറയുന്നത് പോലെ ഘോര അത്ര വലിയ കേമനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അയാളുടെ കാര്യത്തില് വെറും ഡയലോഗടി മാത്രമേ നടക്കുന്നുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടേ ഇതിപ്പം എത്ര ദിവസമായി? അയാള് പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? വർഷ, ഘോരെ നീ അങ്ങനെ നിസ്സാരനാക്കി തള്ളല്ലേ. അയാളുടെ സിദ്ധി കൊണ്ട് തന്നെയാ ശ്രീകലയിൽ ഈ കണ്ട മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അത് നിനക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ചില കാര്യങ്ങളിൽ ചില പാളിച്ചകൾ സംഭവിക്കുന്നത് അയാളുടെ കുഴപ്പം കൊണ്ടല്ല. അയാളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ശക്തികളാണ് അയാളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുന്നത്. അതിനുള്ള പ്രതിവിധി മുൻകൂട്ടി കണ്ട് ചെയ്തു തരാമെന്ന് ഘോരയുടെ കൂടെയുള്ള ആൾക്കാർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡാഡി. വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ ഇതുപോലുള്ള ഉഡായിപ്പ് മന്ത്രവാദികളെ ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല. മാൻ പവറും മണി പവറും വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. നല്ലൊരു കൊട്ടേഷൻ സംഘത്തെ കണ്ട് നമുക്ക് കുറച്ചുകൂടി നോക്കാം മോളെ. ഘോര പറയുന്ന പോലെ സംഭവിക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മാർഗം. ഒന്നിനും ഒരു തെളിവും അവശേഷിക്കില്ല. കൊട്ടേഷൻ സംഘത്തെയൊക്കെ ഏൽപ്പിച്ച അതിന് മറ്റു പല റിസ്ക് ഫാക്ടറുകളും ഉണ്ട്. ഡാഡി, എന്റെ റൂമിലെ പ്ലഗ് പോയിന്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഗസ്റ്റ് ഹൗസിലെ താമസം എനിക്ക് മതിയായി. റൂമിലെ AC പ്രോപ്പർ അല്ല, പ്ലഗ് പോയിന്റ് പോലും വർക്ക് ചെയ്യുന്നില്ലെന്നേ. എനിക്ക് ആകെ ഭ്രാന്ത് എടുക്ക. ഫോണൊന്നും ചാർജ് ചെയ്യാൻ പോലും സൗകര്യമില്ലെന്നേ. നീ മൊബൈൽ ഇവിടെ ചാർജ് ചെയ്തോ? ചെല്ല്. മോളെ 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 വർഷേ, മോളെ
കണ്ണൂർക്ക് സന്ദീപേ, ശ്രീകലേ, സന്ദീപേ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അമ്മ മന്ത്രം ജപിച്ചോ? കണ്ണൂർക്ക്. എന്താ മോളെ, എന്താ തുമ്പിയച്ച? എന്താ പറ്റിയ? എന്റെ മോള്. വർഷേ, വർഷേ, മോളെ, മൊബൈല് ചാർജ് ചെയ്യാനായിട്ട് ശ്രമിച്ചതാ. സ്വിച്ച് ഇട്ടപ്പോ തന്നെ ഷോക്കേറ്റു. ഞാനിവിടെ സേവ് ചെയ്യാൻ നോക്കുമ്പോ എനിക്ക് ഷോക്കേറ്റു. മോളെ, 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 മോളെ വർഷേ, കണ്ണൂർക്ക്. മോളെ, വർഷേ, 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 കണ്ണൂർക്ക്. വർഷേ, വർഷേ, മോളെ. വർഷേ, നീ ഓക്കെ അല്ലേ? വർഷേ, നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ എന്താ ഡാഡി സംഭവിച്ചേ? മൊബൈൽ ചാർജിൽ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സാരമില്ല മോളെ, അത് ലൂസ് കോണ്ടാക്റ്റാ. ഷോക്ക് അടിച്ചതാ. നിന്റെ അലർച്ച കേട്ട് ഞാൻ നിന്നെ പിടിച്ചു. അപ്പൊ എനിക്ക് ഷോക്കേറ്റു. എന്റെ ദൈവമേ, നീ പറഞ്ഞ ശരിയാ. ഈ ഗസ്റ്റ് ഹൗസിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ താമസിച്ച പിന്നെയാ ഈ അനർത്ഥങ്ങളെല്ലാം. ശ്രീകലയുടെ ശബ്ദം പോയി, എനിക്ക് കാല് വയ്യാതെയായി. ദാ ഇപ്പൊ വർഷയ്ക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. തമ്പിയച്ചൻ പരിഭ്രമിക്കണ്ട. അമ്മയ്ക്ക് ആ പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പം ഇതൊക്കെ. അല്ലെങ്കിൽ അമ്മയെ അത് പൂർത്തിയാക്കാൻ ഏതോ ഒരു ശക്തി അനുവദിക്കുന്നില്ല. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പ്രതിബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ഇനിയിപ്പോ മറ്റൊന്നും നോക്കാനില്ലമ്മേ. ഇവിടെ വെച്ച് അമ്മയ്ക്ക് ആ മന്ത്രം ഉരുവിട്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യാമ്മ പറഞ്ഞ പോലെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് തന്നെ പോവാം. അവിടെ ഇരുന്നാലേ അമ്മയ്ക്ക് ഏകാഗ്രമായി ഈ മന്ത്രം ചൊല്ലി പൂർത്തിയാക്കാൻ പറ്റൂ. ഇന്നിനി എന്തായാലും അത് നടക്കില്ല. കാരണം ഡാഡിക്കും അമ്മയ്ക്കും ഉടുപ്പിയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് പറഞ്ഞിരിക്കുക. അതേ സന്ദീപ്, ഇനിയിപ്പോ ഈ പൂജയും മന്ത്രവും കൊണ്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. ഈ ദിവസവും നമ്മളതൊക്കെ ട്രൈ ചെയ്തില്ലേ? ഇനി പ്രോപ്പർ മെഡിക്കൽ കെയർ എടുത്തു നോക്കാം. അതാ നല്ലത്. ശ്രീകളെ, താൻ വേഗം റെഡിയാവും. നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അതെ, ഇനി അതേക്കുറിച്ച് രണ്ടാമതൊരു ഡിസ്കഷൻ വേണ്ട. എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് മതി മറ്റെന്തും.